മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യണമെന്ന് സർക്കുലർ. കത്തിടപാടുകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ചേർക്കണമെന്നാണ് നിർദ്ദേശം. ഭരണപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് സർക്കുലർ. സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. ആർ റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, എന്താണ് ഈ സർക്കുലറിൽ പറയുന്നത്? വിചിത്രമായ ആവശ്യമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. സ്മൃതി, സംസ്ഥാന സർക്കാരിന്റെ ചട്ടപ്രകാരം ഈ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ കത്തിടപാടുകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചട്ടങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി നിവേദനങ്ങൾ ലഭിക്കുമ്പോൾ അതിനുള്ള മറുപടിയിലടക്കം ഈ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കുന്നില്ല. വേണ്ടത്ര ബഹുമാനമില്ലാതെയാണ് ഇങ്ങനെ കത്തിടപാടുകൾ നടത്തുന്നത്, രേഖകൾ കൈമാറുന്നത് എന്ന ഒരു വിലയിരുത്തൽ അത് ഭരണപരിഷ്കാര കമ്മീഷൻ്റെതാണ്. അങ്ങനെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു ഉത്തരവ്, അത് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇനി എല്ലാ നിവേദനങ്ങൾക്കുള്ള മറുപടികളിൽ, കത്തിടപാടുകളിൽ എല്ലാം ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം, ബഹുമാനം കുറയ്ക്കാൻ പാടില്ല എന്നാണ് ഈ സർക്കുലറിൽ പറയുന്നത്. ശരി, ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകുന്നത്. റോഷിപാൽ, ഈ ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണമെന്നതിനോടുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വരുന്നുണ്ടോ? സ്മൃതി, ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഇതിപ്പോൾ പൊതുഭരണ വകുപ്പ് നിർദ്ദേശപ്രകാരം അത് പൊതുഭരണ വകുപ്പിലെ സെക്ഷൻ സെക്രട്ടറിയാണ് ഈ ഉത്തരവ് സർക്കുലർ അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി മറ്റുള്ള ആളുകളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വരേണ്ടതാണ്. നേരത്തെ അങ്ങനെ ഒരു ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഇടക്കാലത്ത് നിവേദനങ്ങൾക്കുള്ള മറുപടികളിൽ ബഹു എന്നുള്ള പദം ഒഴിവാക്കിയതായി ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വരുന്നത്. ഇനി ഏത് തരത്തിലാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ അതിനോട് എതിരായി പ്രതികരിക്കാനുള്ള സാധ്യതയില്ല. കാരണം മാറി മാറി വരുന്ന സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തുള്ള നേതാക്കൾ മന്ത്രിമാരാകുന്നതും മുഖ്യമന്ത്രിമാരാകുന്നതും ഒക്കെ സാധാരണയാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അതിനൊരു എതിർപ്പ് വരാൻ സാധ്യതയില്ല. പക്ഷേ ഒരു വിചിത്രമായ ഒരു സർക്കുലറായി വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.